Hello, welcome to my channel. So we are at the fourth part of our lesson, the states of matter. In the first part, we have discussed about the intermolecular forces, and the second part we have discussed about some two gas laws, and third part also we discussed about the two laws. So today we are going to discuss about the ideal gas equation. So before going to that, what is meant by an ideal gas? എന്താണ് ഐഡിയൽ ഗ്യാസ്? അങ്ങനെ ഒരു ഗ്യാസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ? An ideal gas is a gas which obeys all the three laws. നമ്മൾ explain ചെയ്ത all the three laws, that is Boyle's law, Charles' laws and Avogadro's law. If a gases obey these laws, all the three laws, ഒരു ഗ്യാസ് എന്താണ് ഈ മൂന്ന് laws obey ചെയ്യണം, and the intermolecular force of attraction between the particle is zero, അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു intermolecular force of attraction അവരെ ഉണ്ടാവരുത്. അങ്ങനത്തെ കേസിലാണ് എ ഗ്യാസ് സെറ്റ് ടു ബി എൻ ഐഡിയൽ ഗ്യാസ്. പക്ഷെ അങ്ങനെ ഒരു ഗ്യാസ് ഉണ്ടാവുമോ ഇൻ റിയൽ ലൈഫ്? നോ സച്ച് ഐഡിയൽ ഗ്യാസ് എന്ന് പറഞ്ഞൊരു ഗ്യാസ് അങ്ങനെ റിയൽ ലൈഫിൽ എക്സിസ്റ്റ് ചെയ്യില്ല. സോ റിയൽ ഗ്യാസസ്, അതായത് നമ്മൾ ലൈഫിൽ കാണുന്ന ഗ്യാസ്, സോ റിയൽ ഗ്യാസസ് ബിഹേവ്സ് like an ideal gas in certain condition of temperature and pressure. ചില കേസസ് ഓഫ് ടെമ്പറേച്ചർ പ്രഷറിൽ ഈ റിയൽ ഗ്യാസസ് ഐഡിയൽ ഗ്യാസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് കാണിക്കും. ആൻഡ് ദ ഇൻ്റർമോളിക്യുലേഴ്സ്, പിന്നെ അവരുടെ ഇൻ്റർമോളിക്യുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇസ് വെരി നെഗ്ലിജിബിൾ. ആ സമയത്തൊക്കെ ദേ വിൽ ഷോസ് ദി ക്യാരക്ടർ ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ്. ഇമ്പോർട്ടൻ്റ് ആണ് വാട്ട് ഇസ് മെൻ ബൈ ആൻ ഐഡിയൽ ഗ്യാസ്. അപ്പോൾ ഇനി ഒരു ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. സോ വാട്ട് ഇസ് മെൻ ബൈ ആൻ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ? Ideal gas equation എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the equation which represent the effect of pressure, temperature on a given volume of a gas. അതായത് ടെമ്പറേച്ചറിൻ്റെയും പ്രഷറിൻ്റെയും ഇഫക്റ്റ് ഒരു ഗിവൻ വോള്യൂം ഓഫ് ഗ്യാസിൻ്റെ മുകളിലുള്ള ഇഫക്റ്റ് കാണിക്കുന്ന ഒരു ഇക്വേഷനാണ് എന്തെന്ന് പറയുന്നത് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. ഈ ഇക്വേഷനിൽ 4 വേരിയബിൾസ് ഉണ്ട്: ടെമ്പറേച്ചർ, പ്രഷർ, വോള്യൂം ആൻഡ് നമ്പർ ഓഫ് മോൾസ്. അതായത് ഈ ഐഡിയൽ ഗ്യാസ് ഇക്വേഷനിൽ 4 വേരിയബിൾസ് ഉണ്ട്: ടെമ്പറേച്ചർ, പ്രഷർ, വോള്യൂം ആൻഡ് നമ്പർ ഓഫ് മോൾസ്. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഇസ് എ റിലേഷൻ ഓഫ് 4 വേരിയബിൾസ്. ഈ 4 വേരിയബിൾസിൻ്റെ ഒരു ഇക്വേഷൻ ആയതുകൊണ്ട് ഇറ്റ് റെപ്രസെൻറ്റ് ദി സ്റ്റേറ്റ് ഓഫ് എ ഗ്യാസ്. ഒരു ഗ്യാസിൻ്റെ ആ ഒരു സ്റ്റേറ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ അതിന് പറ്റുന്നത് കൊണ്ട് ദിസ് ഇക്വേഷൻ ഇസ് ഓൾസോ നോൺ ആസ് ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ്. എക്സ്പ്ലെയിൻ ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് എന്ന് വെച്ചാൽ അയ്യോ അത് ഞാൻ പഠിച്ചില്ലോ എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് കോൾഡ് ആസ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ആണ് ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. കാരണം ഒരു ഗ്യാസിൻ്റെ നമുക്കറിയാം സ്റ്റേറ്റ് വേരിയബിൾസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ദ സ്റ്റേറ്റ്, ആ ഒരു സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ നമ്മൾ വേരിയബിൾസിന് യൂസ് ചെയ്യും. അപ്പോൾ കണ്ടു, ടെമ്പറേച്ചറും പ്രഷറും വോളിയം നമ്പർ ഓഫ് മോൾസ് ഉള്ള ഒരു ഇക്വേഷനാണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. അപ്പോൾ ആ ഒരു ഇക്വേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഗ്യാസിൻ്റെ എന്ത് പറയാൻ പറ്റും, സ്റ്റേറ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. സോ ഇറ്റ് ഇസ് ഓൾസോ നോൺ ആസ് ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ്. നൗ വി വിൽ നോ ഹൗ വി ആർ ഗോയിങ് ടു ഡിറൈവ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. ഇമ്പോർട്ടൻറ്റ് how to derive the ideal gas equation. So we know that according to നമ്മുടെ പാവം ബോയിൽ, according to Boyle's law, പാവം ബോയിൽ എന്താ, P is inversely proportional to V. According to our CT Charles, നമ്മുടെ CT Charles എന്താ പറഞ്ഞത്, VT Charles, V is directly proportional to T. പിന്നെ നമ്മുടെ അവോഗാഡ്രോ പറഞ്ഞിട്ടുണ്ട്, എന്താ പറഞ്ഞത്, ഈക്വൽ വോള്യൂം ഓഫ് ഓൾ ഗ്യാസസ് അണ്ടർ ദ സെയിം കണ്ടീഷൻ ആൻഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഹാവ് ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾസ്. അപ്പോൾ നമ്മൾ ഇതിനെ ജസ്റ്റ് ഒന്ന് വീൻ്റെ ഫോർമാറ്റിൽ ചെയ്താൽ V is inversely proportional. അപ്പോൾ എല്ലാ വികളും V is inversely proportional to P, V is directly proportional to T and V is directly proportional to N. Now how we are going to derive? V is directly proportional to, അപ്പോൾ എല്ലാം Vക്ക് പ്രപ്പോർഷണൽ അല്ലേ. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ 1/P into T into N. ഓക്കെ, or V is directly proportional to Tn/P. ഇനിയിപ്പോൾ ഈ പ്രപ്പോർഷണാലിറ്റി മാറ്റിയിട്ട് നമ്മളൊരു കോൺസ്റ്റൻറ്റ് കൊടുക്കണ്ടേ. ആ കോൺസ്റ്റൻ്റ് ആണ് RTn/P. or this equation can be rearranged and we can write PV is equal to nRT. This is ideal gas equation. So what is this P? P is the pressure, V is the volume, N is the number of moles, R is the universal gas constant and T is the temperature of the gas. So P, V, N, R, T. N is the number of moles. ഇനി ആറിൻ്റെ വാല്യൂ വേണ്ടേ? ആറിൻ്റെ വാല്യൂ നമ്മൾ കഴിഞ്ഞ ദിവസം STP എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. അതായത് നമുക്ക് 1 bar പ്രഷർ ഉണ്ടാവാം, ചിലപ്പം 1 atmosphere പ്രഷർ ഉണ്ടാവാം, പിന്നെ 273.15 കെൽവിൻ ഉണ്ടാവാം, 0 ഡിഗ്രി സെൽഷ്യസ് ഉണ്ടാവാം, 25 ഡിഗ്രി സെൽഷ്യസ് ഉണ്ടാവും. ഇങ്ങനെ ഓരോ കേസിലും വോളിയം ഞാൻ തന്നിട്ടുണ്ടായിരുന്നു.
വോളിയം ഓഫ് 1 മോൾ ഓഫ് എ ഗ്യാസ് ഇസ് 22.414, 22.714. അങ്ങനെ ഞാൻ തന്നിട്ടുണ്ടായിരുന്നല്ലോ, ഓർമ്മയില്ലാത്തവർ ആ കഴിഞ്ഞ ക്ലാസ് എടുത്തു. അങ്ങനെ ഇപ്പം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക, നമുക്ക് ഈ ആറിൻ്റെ ഈ ഗ്യാസ് കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ വേണം. ഫോർ ദാറ്റ് വി ആർ കൺസിഡറിങ്, നമ്മൾ ഓരോ കണ്ടീഷൻ STPൻ്റെ ഓരോ കണ്ടീഷൻ വെക്കുമ്പോൾ ഈ ആറിൻ്റെ വാല്യൂക്ക് ഓരോ വാല്യൂ ആണ്. ഇപ്പോൾ പ്രഷർ നമ്മൾ 10⁵ പാസ്കൽ കൊടുക്കുകയാണ്. 1 ബാർ പ്രഷർ സിക്കൽ ടു 10⁵ പാസ്കൽ കൊടുത്തു. നമ്പർ ഓഫ് മോൾസ് 1 കൊടുത്തു. നമ്മൾ പറഞ്ഞു 1 മോൾ ഓഫ് എ ഗ്യാസ് ആണ് 1. അപ്പം നമുക്കറിയാം, ഇപ്പം നമ്മൾ 10⁵ കൊടുക്കുകയാണെങ്കിൽ 22.7 ആണ് വോളിയം ഓഫ് ദി ഗ്യാസ്. ആറിൻ്റെ വാല്യൂ കിട്ടാൻ എന്ത് ചെയ്യും? R is equal to PV/NT. For we are considering for a 1 mole of a gas, 1 mole of a gasന് at STPയിൽ നമുക്ക് ഓരോന്നിൻ്റെയും വോളിയം അറിയാം. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആറിന് പല വാല്യൂകളാണ് ഉണ്ടാവുക. അതിൻ്റെ ഒരു ചാർട്ട് നിങ്ങൾക്ക് കാണാം. ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ദ വാല്യൂ ഓഫ് R എറ്റ് ഡിഫറെൻറ്റ് കണ്ടീഷൻ, അതായത് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിൽ 1 ബാർ പ്രഷറും 1 അറ്റ്മോസ്ഫിയർ പ്രഷറും 0 ഡിഗ്രി സെൽഷ്യസും 273.15 കെൽവിൻ ആകുമ്പോൾ ഒക്കെ ഉള്ള അതൊന്ന് നോട്ട് ചെയ്ത്, കാരണം നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പം ആവശ്യമുണ്ടാവും. സോ വി ക്യാൻ ജനറലി കൺസിഡർ ടെമ്പറേച്ചർ ഇസ് 273.15 ആൻഡ് പ്രഷർ ഇസ് 10⁵ പാസ്കൽ and volume is 22.71. then the value of R is 8.314 mole inverse. അപ്പം ഇത് നമ്മൾ എന്തായാലും പഠിച്ചു വെക്കുക. 8 ഇതാണ് യൂഷ്വലി നമ്മൾ യൂസ് ചെയ്യുന്നത്. 8.314 ജൂൾ കെൽവിൻ ഇൻവേഴ്സ് മോൾ ഇൻവേഴ്സ്. ബാക്കിയുള്ള വാല്യൂസ് ഈ ടേബിളിൽ തന്നിട്ട് അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം കേട്ടോ, കാരണം ദിസ് ഇസ് അവർ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. ഇനി നമ്മൾ കൺസിഡർ ചെയ്യുക, ഫോർ എ പെർട്ടിക്കുലർ ഗ്യാസ് അറ്റ് എ ടെമ്പറേച്ചർ T1 the pressure was P1 and V1, and when the temperature is changed its pressure changes into P2 and the volume changes into V2. അതായത് ഒരു ഗ്യാസ് P1 V1 T1ലാണ്, ടെമ്പറേച്ചർ T1ൽ. the temperature changes, the volume changes into P2 and the pressure changes into T2. then നമുക്കിത് എഴുതിക്കൂടെ, P1 V1 is equal to സെയിം ഗ്യാസ് അല്ലേ, N is constant, R is constant, T1, or P1 V1 by T1 is equal to NR, or P2 V2. ഇതേപോലെ തന്നെ നമുക്ക് എന്ത് P2 V2 is equal to NR T2, or P2 V2 by T2 is equal to NR. നമുക്കിതിന് ഈ രണ്ടാളും സെയിം അല്ലേ ഈ ഗ്യാസിൻ്റെ. സോ P1 V1 by T1 is equal to P2 V2 by T2. ഈ ഒരു ഇക്വേഷന് നമ്മൾ പറയും കമ്പൈൻഡ് ഗ്യാസ് ഇക്വേഷൻ. ഇതിന് നമ്മൾ പറയും കമ്പൈൻഡ് ഗ്യാസ് ലോ. അതായത് വെൻ എ ഗ്യാസ് ഇസ് അറ്റ് എ പെർട്ടിക്കുലർ ടെമ്പറേച്ചർ T1 the pressure is P1 and volume is P2. if there is a change in temperature then the pressure changes into P2 V2 and T2. then P1 V1 is equal to NR T1 and P2 V2 is equal to NR T2. we can rearrange the equation. then P1 V1 by T1 is equal to NR, P2 V2 by T2 is equal to NR. ഈ രണ്ടാളും സെയിം അല്ലേ, അപ്പം നമുക്ക് ഇവർ രണ്ടാളും ഇക്വേറ്റ് ചെയ്തൂടെ. P1 V1 by T1 is equal to P2 V2 by T2, and this equation is known as combined gas law. ഇനി അടുത്തത് ഡെൻസിറ്റിയും മോളാർ മാസ് ഓഫ് എ ഗേഷ്യസ് സബ്സ്റ്റൻസും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ട്. എന്താണ് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട്, ഇതൊക്കെ നമുക്ക് പ്രോബ്ലമാണ്. ഡെറിവേഷനും ചോദിക്കാം, പ്രോബ്ലം ചോദിക്കാം. ദ റിലേഷൻ ബിറ്റ്വീൻ ഡെൻസിറ്റി ആൻഡ് മോളാർ മാസ് ഫോർ എൻ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ എങ്ങനെ ചെയ്യും? നമുക്കറിയാം ഒക്കെ സിമ്പിളാണ്. PV is equal to nRT. we know that number of moles is given by the equation mass of the substance, mass of the gas, ഇവിടെ ഗ്യാസ് അല്ലേ, mass of the gas in gram divided by molar mass ആണ്. ഓക്കെ, സോ PV is equal to small letter m. ഈ എന്നിന് പകരം നമ്മൾ ഇത് is equal to m by capital letter M molar mass, m divided by m into RT. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? നമുക്കിത് ഡെൻസിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിൽ വരുന്ന മാസ് ബൈ വോളിയം ആണ് ഡെൻസിറ്റി. അപ്പോൾ നമ്മൾ P ഇൻറ്റു എം കൊടുത്തു. ഈ എമ്മിന് ഇങ്ങോട്ട് കൊണ്ടുവന്നു. മാസ് ബൈ വോളിയത്തിൻ്റെ ഫോമാറ്റിൽ അങ്ങ് എഴുതുക. എന്നിട്ട് RT എഴുതുക. മാസ് ബൈ വോളിയം നമുക്കറിയാം എന്താണ്, ഡെൻസിറ്റി ഇൻറ്റു RT.
or Pm by RT is equal to D. Kando, this is the equation to determine the density, or this is the relation between molar mass and density. Idum namakku പ്രോബ്ലത്തിൽ ചോദിക്കാം. ദാറ്റ് ഇസ് പി മോലാർ മാസ് ഡിവൈഡഡ് ബൈ ആർ ഇൻറ്റു ടി ഇസ് ഈക്വൽ ടു ഡെൻസിറ്റി. ക്ലിയർ ആയോ? ഇനി അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡാൽട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷറാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് അധികം ഇക്വേഷൻ ആയിട്ട്, അതായത് ഡയറക്റ്റ് റിലേഷനായിട്ട് ചോദിക്കും, അല്ലെങ്കിൽ ഇതിൻ്റെ ഡെറിവേഷനായിട്ട് ചോദിക്കും, ഇതിൻ്റെ പ്രോബ്ലം ചോദിക്കും, ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പം സിമ്പിളാണ്. ഇപ്പം ഡാൽട്ടൺസ് ലോ ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം എന്താണെന്നുള്ളത്. ഒരു ഗ്യാസ് സിലിണ്ടർ എ, ഈ ഗ്യാസിൽ ഒരു സിലിണ്ടർ, ഒരു ചെറിയൊരു സിലിണ്ടറാണ്, അതിൻ്റെ ഉള്ളിൽ എ എന്ന് പറഞ്ഞൊരു ഗ്യാസ് ഉണ്ട്, ബി എന്ന് പറഞ്ഞൊരു ഗ്യാസ് ഉണ്ട്, സി എന്ന് പറഞ്ഞൊരു ഗ്യാസ് ഉണ്ട്. ഇവർ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ പി എ ആണ്. ഇയാൾ പ്രഷർ ഉണ്ടാവില്ലേ, ഗ്യാസ് മോളിക്യൂൾസ് ആ കണ്ടിന്യൂസ്ലി മൂവിങ്, അപ്പോൾ അവർ എക്സേർട്ട് ചെയ്യുന്നൊരു പ്രഷറുണ്ട്. ഈ ഗ്യാസ് ഈ കണ്ടെയ്നറിൽ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ ബി ആണ്, ഇത് സി ആണെന്ന് വിചാരിക്കാം. ദീസ് ത്രീ ആർ നോൺ റിയാക്റ്റിംഗ് ഗ്യാസ്. ഇവർ മൂന്നാളും മിക്സ് ചെയ്താൽ ഇവർ മിക്സ് ചെയ്തിട്ട് എന്തുണ്ടാവില്ല, പ്രൊഡക്റ്റ് ഒന്നും ഉണ്ടാവില്ല, അവർ കമ്പൈൻ ചെയ്യും, അത്രയേ ഉള്ളൂ. അല്ലാതെ ദേ ആർ നോട്ട് റിയാക്ട് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ റിയാക്ട് ചെയ്യുന്ന ഗ്യാസസ് ആണെങ്കിൽ ഈ ലോ അവിടെ റെഡി ആവില്ല. ഇത് നോൺ റിയാക്റ്റിംഗ് ആണ്. ഇവർ തമ്മിൽ കമ്പൈൻ ചെയ്താൽ നോ റിയാക്ഷൻ ഇസ് ഗോയിങ് ടു ഹാപ്പൻ. അപ്പം നോക്കാം, ഇതിനെ മൂന്നാളെയും കൂടെ ഒരു ബോക്സിലിട്ട്, ഇവിടെ എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്, ഈ മൂന്ന് ഗ്യാസസിനെയും കൂടെ മൂന്നാൾ നോൺ റിയാക്റ്റിംഗ് ആണെങ്കിൽ ദ ടോട്ടൽ പ്രഷർ ഇവർ എക്സേർട്ട് ചെയ്യുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും അറിയോ? ഈ ഓരോരുത്തരും ഓരോ സിലിണ്ടറിലും എക്സേർട്ട് ചെയ്ത പ്രഷറിൻ്റെ സമ്മായിരിക്കും ഇവർ എക്സേർട്ട് ചെയ്യുന്ന ടോട്ടൽ പ്രഷർ. ഇതന്നെയാണ് ഡാൽട്ടൺ പറഞ്ഞത്. അക്കോർഡിംഗ് ടു ഡാൽട്ടൺസ് ലോ, the total pressure exerted by two or more, എത്രയായിക്കോട്ടെ, 2 or more non-reacting gas is equal to the sum of the individual pressure exerted by each gas. അല്ലെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞുതരാം. sum of the partial pressure exerted by the each gas. എന്താണ് അപ്പോൾ പറഞ്ഞത്? According to Dalton's law, the total pressure exerted by two or more non-reacting, underline, two or more non-reacting gas is equal to the sum of the partial pressure exerted by individual gas. അതായത് 2, 3, 4, 10 നോൺ റിയാക്റ്റിംഗ് ഗ്യാസസിനെ നമ്മൾ ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ അവർ എക്സേർട്ട് ചെയ്യുന്ന ടോട്ടൽ പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓരോരുത്തർ എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിൻ്റെ ടോട്ടൽ സമ്മാണെന്നേ ഇയാൾ പറഞ്ഞിട്ടുള്ളൂ. ദിസ് ഇസ് ഡാൽട്ടൺസ് ലോ. ഇഫ് P1, P2, P3, P4 up to Pn is the pressure exerted by gases, then P total is equal to P1 plus P2 plus P3 plus up to Pn. അത്രേൻ്റെയും സമ്മായിരിക്കും ഗ്യാസുകൾ എക്സേർട്ട് ചെയ്യുന്ന ടോട്ടൽ പ്രഷർ. ഇതാണ് ഡാൽട്ടൺ പറയുന്ന ഡാൽട്ടൺസ് ലോ ഓഫ് അങ്ങനെ തന്നെ പിടിക്കുക, ഡാൽട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പ്രഷറിനെ റിലേറ്റ് ചെയ്തിട്ട് എന്തോ കാര്യമാണ് പറഞ്ഞത്. പാർഷ്യൽ പ്രഷർ, അതായത് ഡാൽട്ടൺസ് ലോ ടോട്ടൽ പ്രഷറിനെ കുറിച്ചിട്ട് എന്തോ പറഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ഓർമ്മ കിട്ടും. ക്ലിയർ ആയോ? ഡാൽട്ടൺസ് ലോൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. റൈറ്റ് വൺ ആപ്ലിക്കേഷൻ ഓഫ് ഡാൽട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ. ഡാൽട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ ഹെൽപ്പ് ടു ഡിറ്റർമിൻ ദി പ്രഷർ ഓഫ് ഡ്രൈ ഗ്യാസ്. അതായത് പ്രഷർ ഓഫ് എ ഗ്യാസ് കലക്റ്റഡ് ഓവർ വാട്ടർ സർഫസ്. വാട്ടർ സർഫസിൻ്റെ മുകളിൽ കലക്ട് ചെയ്തിരിക്കുന്ന ഡ്രൈ ഗ്യാസിൻ്റെ പ്രഷർ കണ്ടുപിടിക്കാൻ ഡാൽട്ടൺസ് ലോ ഹെൽപ്പ് ചെയ്യും. എങ്ങനെയാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു വാട്ടർ സർഫേസിൻ്റെ മുകളിൽ ഡ്രൈ ഗ്യാസ് വന്നിരിക്കുകയാണ്. ദാറ്റ് ഈസ് ഒരു വാട്ടർ സർഫസ് എൻ്റെ മുകളിൽ ഡ്രൈ ഗ്യാസ് വരുമ്പോൾ എന്ത് പറ്റും? ദിസ് ഡ്രൈ ഗ്യാസ് ഗെറ്റ് ബി മോയിസ്റ്റഡ്. അതെന്താവും? മോയിസ്റ്റഡ് ആവും. എന്തുകൊണ്ട്? വി നോ ദാറ്റ് എബവ് ദി വാട്ടർ സർഫേസ് വാട്ടർ വേപ്പർ വിൽ ബി പ്രസൻറ്റ്. ഈ വാട്ടർ വേപ്പർ ഈ ഡ്രൈ ഗ്യാസിൻ്റെ മുകളിൽ മിക്സ് ചെയ്തിട്ട് എന്താവും? മോയിസ്റ്റ്. ഈ വാട്ടർ വേപ്പർ ഉണ്ടാവും. അപ്പോൾ അതെന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി ദിസ് ഡ്രൈ ഗ്യാസ് എന്താവും? മോയിസ്റ്റ് ആവും. അപ്പം ഈ മോയിസ്റ്റ് ഗ്യാസ് എത്ര പ്രഷർ ഈ വാട്ടറിൻ്റെ മുകളിൽ എക്സേർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഇറ്റ് വിൽ ബി ഈക്വൽ ടു, that is the pressure exerted by the moist gas will be equal to the pressure of the dry gas. Dry gas in the pressure plus the pressure of the water vapor. The pressure of the water vapor is known as aqueous tension. എന്താ പറയുക? aqueous tension എന്നാണ് പറയുക. That is equal to aqueous tension. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞത്?
the pressure എത്ര moist gas നമുക്ക് pressure exert ചെയ്യുന്നുണ്ട് എന്നുള്ളത് ആർക്ക് equal ആയിരിക്കും? Dry gas ന്റെ pressure plus aqueous tension. That is, whenever a dry gas is present over the water surface ന്റെ മുകളിൽ, the dry gas become moist due to the presence of water vapor by the process of എന്താണ് evaporation ന്റെ process വഴി. So the pressure exerted by the moist gas will be equal to the sum of the dry gas plus aqueous tension. What is meant by the aqueous tension? The pressure exerted by the water vapor. ഇവർക്ക് അതായത് moist is equal to dry plus aqueous tension. Or dry gas ന്റെ pressure നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? അതായത് the pressure of the moist gas minus aqueous tension. Aqueous tension എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the pressure exerted by the water vapor. അപ്പം ഈ ഒരു ഫോർമുല ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക. വാട്ട് ഈസ് ദി ആപ്ലിക്കേഷൻ ഓഫ് ഡാൽട്ടൺസ് ലോ? ഡാൽട്ടൺസ് ലോ ഇസ് അപ്ലൈ ടു ഡിറ്റർമിൻ ദി പാർഷ്യൽ പ്രഷർ ഓർ ദി പ്രഷർ ഓഫ് ദി ഡ്രൈ ഗ്യാസ്. ഡ്രൈ ഗ്യാസിൻ്റെ പ്രഷർ കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റും. അതായത് ഒരു വെള്ളത്തിൻ്റെ മുകളിൽ ഒരു ഡ്രൈ ഗ്യാസ് വരുമ്പം ഇറ്റ് ഗെറ്റ് മോയ്സ്റ്റഡ് ബിക്കോസ് ഓഫ് ദി പ്രസൻസ് ഓഫ് വാട്ടർ വേപ്പർ ബൈ ദ പ്രോസസ് ഓഫ് ഇവാപ്പറേഷൻ. അപ്പം മോയ്സ്റ്റ് ആയിട്ടുള്ള ആ ഗ്യാസ് എത്ര പ്രഷർ എക്സേർട്ട് ചെയ്യുന്നത് ആർക്ക് ഈക്വൽ ആയിരിക്കും? എത്ര ഡ്രൈ ഗ്യാസിൻ്റെ പ്രഷർ പ്ലസ് aqueous tension. Aqueous tension എന്ന് പറഞ്ഞാൽ വാട്ടർ വേപ്പർ എക്സേർട്ട് ചെയ്യുന്ന ടെൻഷനും കൂടെ രണ്ടിനും കൂടെ ഈക്വൽ ആയിരിക്കും. ഇതിൽ നിന്ന് P dry is equal to P moist minus aqueous tension. നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇത് തന്നെ തന്നിട്ടുണ്ട്. Next we are going to calculate the relation of partial pressure with mole fraction. പാർഷ്യൽ പ്രഷർ വിത്ത് മോൾ ഫ്രാക്ഷൻ. അപ്പോൾ പാർഷ്യൽ പ്രഷർ, അപ്പോൾ നമുക്കറിയാം ടോട്ടൽ പ്രഷർ എങ്ങനെ കണ്ടുപിടിക്കും. അപ്പോൾ പിന്നെ ഓരോ ഗ്യാസസ് ഓരോരുത്തരിൽ ഓക്യുപ്പൈ ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ പ്രഷർ എങ്ങനെ കണ്ടുപിടിക്കുന്നത്. ഇനിയിപ്പം നമ്മൾ ഓരോരുത്തരുടെ പ്രഷർ ഇൻ ടേംസ് ഓഫ് മോൾ ഫ്രാക്ഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പോവുകയാണേ. So we are considering 3 gases 1, 2, 3 with their partial pressures P1, P2 and P3. Let the number of moles be Na, Nb and Nc. അതായത് 3 gases ഉണ്ട്, 3 ഇതിൽ. അത് ഒരാളുടെ നമ്പർ ഓഫ് മോൾസ് Na ആണ്, ഒരാൾ Nb ആണ്, ഒരാൾ Nc ആണ്. And their partial pressure is P1, P2, P3 at constant temperature. And അവരുടെ വോളിയം സെയിം ആണ്. അപ്പം ഇവരുടെ എന്താണ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആൻഡ് കോൺസ്റ്റൻറ്റ് വോളിയം. അപ്പം നമ്മൾ എന്താ കാണാൻ പോകുന്നത്? P1 PV is equal to nRT ആണ് അല്ലേ. അപ്പം നമുക്കറിയാം വോളിയം ടെമ്പറേച്ചറും കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ P1 is equal to N1RT by V. ഇതേപോലെ തന്നെ P2 is equal to N2RT by V and P3 is equal to N3RT by V. P total എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം. ദ ഇൻഡിവിജ്വൽ പ്രഷർ ഓഫ് ഈച്ച് P1 പ്ലസ് P2 പ്ലസ് P3. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കും? N1RT by V പ്ലസ് N2RT by V പ്ലസ് N3RT by V. ഇതിൽ RT by V കോൺസ്റ്റൻ്റ്. അപ്പോൾ നമുക്ക് RT by V ഇങ്ങെടുത്തിട്ട് N1 പ്ലസ് N2 പ്ലസ് N3 എഴുതി കൂടെ. ദാറ്റ് ഇസ് P ടോട്ടൽ ഇസ് ഈക്വൽ ടു RT by V ഇൻറ്റു N1 പ്ലസ് N2 പ്ലസ് N3. നമുക്ക് എന്നിട്ട് P ടോട്ടൽ ഇസ് ഈക്വൽ ടു RT by V ഇൻറ്റു N1 പ്ലസ് N2 പ്ലസ് N3. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ദ പാർഷ്യൽ പ്രഷർ ഇൻ ടേംസ് ഓഫ് മോൾ ഫ്രാക്ഷൻ. മോളിൻ്റെ ഫ്രാക്ഷൻ വെച്ചിട്ട് പാർഷ്യൽ പ്രഷർ. അപ്പം നമ്മൾ P1 പാർഷ്യൽ പ്രഷർ ഓഫ് 1 P1 ഡിവൈഡഡ് ബൈ P ടോട്ടൽ ഒന്ന് ചെയ്ത് നോക്കാം. P1 എന്ന് പറയുന്നത് നമുക്കറിയാം N1 RT by V ആണ്. N1 RT by V. N1 RT by V. എന്നിട്ട് P ടോട്ടൽ എന്താണ്? RT by V ഇൻറ്റു N1 പ്ലസ് N2 പ്ലസ് N3. അങ്ങനെയാണല്ലോ. ഇതും ക്യാൻസൽ ആയി കഴിഞ്ഞാൽ N1 ഡിവൈഡഡ് ബൈ N1 പ്ലസ് N2 പ്ലസ് N3. That is P1 divided by P total is equal to N1 divided by N1 plus N2 plus N3. അപ്പോൾ ഇതെന്താ? This is number of moles of one component to the number of moles of all the components, sum of the number of moles of the all component, which is known as the mole fraction, which is represented by a symbol chi. CHI ഒരു ഗ്രീക്ക് സിമ്പിളാണ്, ഗ്രീക്ക് പ്രൊനൗൺസിയേഷൻ ആണ്. ഇറ്റ്സ് നോൺ ആസ് സ്കൈ. ഇതന്നെയായിരിക്കും നിങ്ങളുടെ സ്കൂളിലും പഠിപ്പിച്ചു തന്നെന്ന് വിചാരിക്കുന്നു. ഓർ P1 by P total, that is partial pressure of gas A to the total pressure of all the gases equal to the
mole fraction. It is equal to the mole fraction of that component, or we can write P1 is equal to chi1. Chi1 is mole fraction of that mole fraction of the gas 1 to the total pressure. അപ്പം നമുക്ക് കിട്ടിയല്ലോ പാർഷ്യൽ പ്രഷർ. ഇനി ഇതേപോലെ എല്ലാവരുടെ പാർഷ്യൽ പ്രഷറും കണ്ടുപിടിച്ചൂടെ? P1 is equal to chi1 or P2 is equal to chi2 P total. ഇതും ഇവിടെ ചെയ്താൽ മതി. P2 divided by P total, then P3 divided. So P3 is equal to chi3 into P total. So this is the relation between partial pressure and mole fraction of the component. ഒന്നുമില്ല, നിങ്ങൾ എന്ത് ചെയ്യണം? Consider three gases 1, 2, 3 with number of moles Na, Nb and C at a pressure P1, P2, P3. The partial pressure of gas 1 is P1, P2 and P3 at a volume V and a temperature T. So P1 V is equal to N1 RT, P1 is equal to NRT. നമുക്കറിയാം PV is equal to NRT. അതിൽ ഇതേപോലെ എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യുക? P total അങ്ങ് കണ്ടുപിടിക്കുക. P total കണ്ടുപിടിക്കുമ്പോൾ RT by V is equal to N1 plus N2 plus N3. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കുന്നത്? പാർഷ്യൽ പ്രഷർ ഓഫ് ഈച്ച്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? P1 divided by P total, അതായത് ഒരാളുടെ പ്രഷർ അതിൻ്റെ ഡിവൈഡഡ് ബൈ P total ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും N1 divided by N1 plus N2 plus N3, or P1 by P total is equal to N1 by N1 by അതായത് the number of moles of one component to the total number of moles, sum of the total number of all the component is equal to, which is represented by mole fraction chi, that is P1 by P total is equal to chi1, or P1 is equal to chi1 into P total. ഇതാണ് relation between mole fraction and the partial pressure of each gas. മനസ്സിലായോ? ക്ലിയർ ആയോ? സംശയമുണ്ടോ? So from here it is clear that the partial pressure of each gas is directly proportional to its mole fraction. അല്ലേ? Partial pressure of each gas is directly proportional to its mole fraction. ഈ ഒരു ലോന് പറയുന്ന പേരാണ് ഹെൻറീസ് ലോ. എന്താണ് ഹെൻറീസ് ലോ? According to Henry's law, the partial pressure of each gas is directly proportional to its mole fraction. അതായത് പാർഷ്യൽ പ്രഷർ ഏതൊരു ഗ്യാസിൻ്റെ പാർഷ്യൽ പ്രഷർ എന്തിന് ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ ആണ്? മോൾ ഫ്രാക്ഷന് ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ ആണ്. ഇനി ഇങ്ങനെയും ചോദിക്കുക, പാർഷ്യൽ പ്രഷർ ഓഫ് എനി ഗ്യാസ് ഇസ് ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ ടു ഇറ്റ്സ് മോൾ ഫ്രാക്ഷൻ. ക്യാൻ യു എക്സ്പ്ലെയിൻ ബൈ ഗിവിങ് എ എക്സാമ്പിൾ ഓർ അല്ലെങ്കിൽ ഡെറിവേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് അങ്ങ് ചെയ്ത് കാണിച്ചു കൊടുത്തേക്കാണ്ടു. അപ്പോൾ ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് എടുത്തത്? നമ്മൾ എന്താണ് ഐഡിയൽ ഗ്യാസ്, അങ്ങനെ ഒരു ഗ്യാസ് ഉണ്ടോ എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ കണ്ടുപിടിച്ചു. ഐഡിയൽ ഗ്യാസ് ഇക്വേഷനും ഡെൻസിറ്റിയിൽ, അതിൽ ഡെൻസിറ്റി വെച്ചിട്ടും മോളാർ മാസ് വെച്ചിട്ടും നമ്മളൊരു ഇക്വേഷൻ ഡിറൈവ് ചെയ്തു. പിന്നെ നമ്മൾ കമ്പൈൻഡ് ഗ്യാസ് ലോ പഠിച്ചു. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മൾ എന്തായിരുന്നു പഠിത്ത നമ്മൾ ഡാൽട്ടൻസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ എടുത്തു. ഡാൽട്ടൻസ് ലോൻ്റെ ഡെറിവേഷൻ ചെയ്തു. പിന്നെ ഡാൽട്ടൻ ലോൻ്റെ ആപ്ലിക്കേഷൻ ടു ഡിറ്റർമിൻ ദി പ്രഷർ ഓഫ് ദി ഡ്രൈ എയർ, അതായത് ഡ്രൈ എയറിൻ്റെ പ്രഷർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിച്ചു. പിന്നെ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? അതായത് റിലേഷൻ ബിറ്റ്വീൻ ദ പാർഷ്യൽ പ്രഷർ ആൻഡ് മോൾ ഫ്രാക്ഷൻ, ഹെൻറീസ് ലോനെ പറ്റി പറഞ്ഞു. ഇത്രയെന്ന് എടുക്കണുള്ളൂ. ഇന്ന് പഠിച്ച് ഇതോടെ തീർക്കണം കേട്ടോ. സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എൻ്റെ കൂടെ തന്നെ പഠിച്ചങ്ങ് തീർത്തേരൂ. അത്രയും സിമ്പിൾ ലെസൺ അല്ലേ ഇതിപ്പോൾ? എന്താ പഠിക്കാനുള്ളത്? ഇതിപ്പോൾ തന്നെ എന്ത് ചെയ്യാം? എൻ്റെ ക്ലാസ് കേൾക്കുന്നു, ക്ലാസ് ഓഫ് ചെയ്യുന്നു, ബുക്ക് എടുക്കുന്നു, പഠിക്കുന്നു, തീർക്കുന്നു, കഴിഞ്ഞു. ഇന്നത്തോടെ ഈ പഠിത്തം കഴിഞ്ഞു. പിന്നെ നമുക്ക് എക്സാമിന് വെറുതെ ക്വസ്റ്റ്യൻസ് മാത്രം ജസ്റ്റ് ഒന്ന് റീകോൾ ചെയ്താൽ മതി. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കാൻ, മനസ്സിലാത്ത കാര്യമൊക്കെ മനസ്സിലായിട്ടുള്ളൂ. താങ്ക് യു.